ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടുമ്പുറത്തെ നല്ല നാടൻ വറുത്തരച്ച ചിക്കൻ കറി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലോട് കൂടി തന്നെ എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി എന്ന് വെച്ചാൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കണം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കറക്റ്റ് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന്, ഞാൻ എല്ലാ വീഡിയോ പറയുമ്പോൾ തന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാം. നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കുരുമുളകിൻ്റെ ഫ്ലേവർ കുറച്ച് അധികം വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക, അതായത് മിക്സ് ചെയ്ത് വെക്കുക. 10 മിനിറ്റ് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ വറുത്ത് അരക്കണം. അതായത് തേങ്ങ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നമ്മൾ ഒരു കയ്യിൽ ഒതുങ്ങുന്ന തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ തേങ്ങ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരല്പം മല്ലിപ്പൊടിയും ഒരല്പം മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്തതാണ്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു സ്പൈസസ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ നാടൻ ചിക്കൻ കറി ആണെങ്കിൽ അതിൽ സ്പൈസസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ തേങ്ങ വെളിച്ചെണ്ണയിൽ വെന്തിട്ട് വരുമ്പോൾ ആ സ്മെല്ലില്ലേ, അത് തന്നെയാണ് നമ്മുടെ ചിക്കൻ കറിയുടെ വെറൈറ്റി എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്തിട്ട് ഇതുപോലൊരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആവണം. അത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്നൊന്നും നമുക്ക് വറുത്തെടുക്കാനും പറ്റില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കുക. എന്നിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനിയാണ് നമ്മൾ ശരിയായിട്ട് ചിക്കൻ കറി തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് 3 വലിയ സവാള, അതായത് 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നീളത്തിലരിഞ്ഞതാണ്. നീളത്തിലരിയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബിരിയാണിക്കൊക്കെ അരിയുന്നത് പോലെ അരിയുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിന് മുന്നേ ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്ന ടിപ്പ് തന്നെ, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഓവറായിട്ട് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി പാകത്തിന് ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കറിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3 പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. 3 പച്ചമുളക് എടുക്കുക. എന്നിട്ട് പിന്നെ ഒരു 10 വെളുത്തുള്ളി, അതുപോലെ ഒരു വിരലിൻ്റെ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തക്കാളി ഇടാവുക കേട്ടോ. ഇത് നന്നായിട്ട് വഴണ്ട് വരും, അതായത് വാടി വരുമ്പോഴാണ് നമ്മൾ തക്കാളി ഇടുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ തൽക്കാലം ഒക്കെ അതിൻ്റെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി നമ്മൾ ഒരു ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാകാൻ പറ്റിയ ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 3 ഉള്ളിക്ക് 2 വലിയ തക്കാളിയും. ഉള്ളി കൂടാനും പാടില്ല, ഉള്ളി കൂടിക്കഴിഞ്ഞാൽ മതിർപ്പ് വരും, അത് മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് 3 ഉള്ളിയും അതുപോലെ തന്നെ 3 പച്ചമുളക് അതുപോലെ തന്നെ 2 തക്കാളി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് വാടി നമുക്ക് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തക്കാളി ഉടയുന്നില്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ തവി കൊണ്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, നമ്മൾ ഇതിലേക്കൊന്നും ഇട്ടിട്ടില്ലല്ലോ. ചിക്കൻ ഇടുന്നതിന് മുന്നേ നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതൊന്നും ഇടാതെ ചിക്കനിലേക്ക് ഇട്ടാൽ നമ്മളെ കറിയിൽ ഉള്ളി വേറെ തന്നെ വെള്ള കളറായിട്ട് നിൽക്കും. അപ്പോൾ ആദ്യം ഉള്ളിക്കും തക്കാളിക്കും ഒക്കെ ഒരു കളർ കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഇടാവും, ഏത് കറി വെക്കുമ്പോഴായാലും. അല്ലെങ്കിൽ നമ്മൾ ഉള്ളി വേറെ തന്നെ എടുത്ത് കാണിക്കും. ഇതാകുമ്പോൾ ഉള്ളി നമുക്ക് അന്നേരം വേവാത്തത് പോലെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു അല്പം മൂടി, ഇതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾക്കെല്ലാം വേണമെങ്കിൽ ഒരുമിച്ച് ചെയ്യാം. പക്ഷേങ്കിൽ ഇതുപോലെ ചെയ്താൽ നമ്മൾ കറി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഒന്ന് മൂടി വെച്ച് 1 സെക്കൻഡ് മൂടി വെച്ചതിന് ശേഷം ചിക്കനൊന്ന് അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരവില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട്. വലിയൊരു മെനക്കെടുള്ള പണിയൊന്നുമല്ല. അപ്പോൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളമാക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ വെറും പച്ചവെള്ളം നമ്മൾ എടുത്ത് ഒഴിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറേ വെള്ളം എടുത്ത് അങ്ങ് ഒഴിച്ച് കൊടുക്കാൻ പാടില്ല, കാരണം എന്ന് വെച്ചാൽ ചിക്കൻ ഓൾറെഡി വെള്ളം ഇറങ്ങും വെന്ത് വരുമ്പോൾ. അപ്പോൾ നോക്കി നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ലാസ്റ്റ് പോയിട്ട് വെള്ളം ഒഴിക്കാനും പറ്റില്ല, അതുകൊണ്ട് അതിനനുസരിച്ച്
വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇനി എനിക്ക് കുറച്ചുകൂടെ എരിവ് വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി ലാസ്റ്റ് ഇപ്പോഴാണ് ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നത്. ചിക്കൻ മസാല ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഞാനിപ്പോൾ എന്താ പറയുക ഈസ്റ്റേൺൻ്റെയാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കളറില്ലാന്ന് വിചാരിച്ചിട്ട് പിന്നെ കൂടുതൽ അങ്ങോട്ട് മസാലകളൊന്നും ആഡ് ചെയ്യണ്ട. നമ്മളിത് വെന്ത് വരുമ്പോൾ അരവൊക്കെ വെന്ത് വരുമ്പോൾ കളറ് താനേ വന്നോളൂ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കുരുമുളക് വേണ്ടതുകൊണ്ട് കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ പാകത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ നമ്മളെ നാടൻ വറുത്തരച്ച ചിക്കൻ കറി എന്ന് വെച്ചാൽ ഒരു ബ്രൗണിഷ് കളറാണ്, അതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ട നേരത്തേനേക്കാളും ചിക്കൻ എന്താ പറയുക നല്ല കളറ് വന്നിട്ടുണ്ട്. പിന്നെയും കുറച്ചും കൂടെ വരും. അപ്പോൾ കുറച്ചും കൂടെ വേവട്ടെ. ഇതിപ്പോൾ വെന്തില്ല. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് നോക്കുകയാണേ ഒന്ന് വെന്തോന്ന്. അപ്പോൾ ഇല്ല, ആ ചിക്കനിലേക്ക് എന്താ പറയുക നമ്മുടെ ഫോർക്ക് അങ്ങോട്ട് ഇറങ്ങി പോകുന്നില്ല. അപ്പോൾ കുറച്ചും കൂടെ വേവട്ടെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഏകദേശം ഇല്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ നോക്കുകയാണ്. അതാ നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യും പുള്ളി. അപ്പോൾ ഇത്രത്തോളം മതി. എനിക്ക് ഇത്ര ഗ്രേവിയും വേണം. കാരണം ഞാൻ ഇപ്പോൾ എന്താ പറയുക ഗീ റൈസിന് വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് ഗ്രേവി വേണമല്ലോ. അപ്പോൾ നമ്മളിത് വാങ്ങി വെക്കാൻ പോവുകയാണ്. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കുറച്ച് കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വാങ്ങി വെക്കുകയാണ്. ഇനിയാണ് നമ്മൾ നാടൻ ചിക്കൻ കറീൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. കുറച്ച് തേങ്ങാക്കൊത്ത് കുറച്ച് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നേരെ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. പക്ഷേ ഈ തേങ്ങാക്കൊത്ത് വറുത്തതും ലാസ്റ്റ് ആ കറിവേപ്പിലിട്ടതും കുരുമുളകിൻ്റെ ഒക്കെ കൂടിയാണ് നമ്മൾ നാടൻ ചിക്കൻ കറി ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനാബിൾ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്, ടാറ്റാ.